ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോടാണ് ചോദ്യം. കർഷക ആത്മഹത്യയെ പറ്റി അദ്ദേഹം ഇവിടെ വാചാലനം ഒന്ന് കണ്ടു. നമ്മുടെ ഈ തൊട്ടടുത്തനാണ് താഴെയിൽ പ്രസാദ് എന്ന് പറഞ്ഞ കർഷകൻ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് നമ്മുടെ MLA പറഞ്ഞൊരു വാചകമുണ്ട്, കേരളത്തിന് ഇനി കൃഷി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആന്ധ്രയിൽ നിന്നോ അവിടെ നിന്നെങ്കിലും അരി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കർഷകരെ ഇത്ര പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് അതിനെ തള്ളിപ്പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ബാധ്യത കാണിച്ചോ? MLA അതേ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കേണ്ടത്. പുള്ളി പറഞ്ഞത് കേരളത്തിൽ കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല, വേണേ ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവരാനാണ് പുള്ളി പറഞ്ഞത്. വേറൊരു കാര്യം പുള്ളി പറഞ്ഞു, PSC ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പുള്ളി പരസ്യമായിട്ടാണ് പറഞ്ഞത്. ഇത്രയും യുവജനങ്ങളെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ മന്ത്രിസഭയുടെ MLA അതേ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കെന്നാണ് അറിയേണ്ടത്, കർഷകന്റെ കാര്യത്തിലും PSC യുടെ കാര്യത്തിലും. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. കേരളത്തിൽ ഈ കർഷക ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് 1 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. കാരണം ഞാനത് പറഞ്ഞ ഇപ്പോൾ നെല്ലിൻ്റെ സംഭരണ വില കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപ കേരളത്തിന് ലഭിക്കാനുണ്ട്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 760 കോടി രൂപ കൊടുക്കാനുണ്ട്, കേന്ദ്രം നൽകാനുണ്ട്. ഈ കേരളം എങ്ങനെയാണ് ഈ വായ്പ കൊടുക്കുന്നത്? എങ്ങനെയാണ്? ഇവരുടെ പാഡി ഷീറ്റ് വെച്ചുകൊണ്ട് PRS വായ്പകളായിട്ടാണ് കൊടുക്കുന്നത്. ആ PRS വായ്പയുടെ പലിശ അടക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കാരണം നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഇത് കുത്തി മില്ലുകളിൽ പോയി കുത്തി റേഷൻ കടകളിലൂടെ പോയി പഞ്ചിങ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് അയച്ച് അവിടുന്ന് കേന്ദ്രത്തിൻ്റെ വിഹിതം 20 രൂപ 40 പൈസയാണ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വിഹിതമെല്ലാം ചേർത്ത് 28 രൂപ 20 പൈസയാണ് കേരളം കൊടുക്കുന്നത്. ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം വരുമ്പോൾ ഏകദേശം 1 വർഷക്കാലമാവും. ആ 1 വർഷക്കാലമാകുമ്പോൾ ഈ രണ്ടാം കൃഷി കർഷകന് നടത്താൻ കഴിയാതെ വരും. അപ്പോഴാണ് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത് PRS വായ്പകളായിട്ട് കൊടുക്കാം. ആ വായ്പയുടെ പലിശ അടക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കേന്ദ്രത്തിൽ നിന്ന് ആ കിട്ടാനുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ വായ്പ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ PRS വായ്പകളിലൂടെ ഒരിക്കലും സിബിൽ സ്കോർ ഇവരെ ബാധിക്കുന്നില്ല, കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം നേരത്തെ എടുത്ത വായ്പയുടെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ എടുത്ത വായ്പയുടെ, ഞാനത് പറഞ്ഞോട്ടെ, നേരത്തെ എടുത്ത ഈ BJPയുടെ B ടീം ആകല്ല കോൺഗ്രസ് സ്ഥിരമായി. പിന്നെ അപ്പൊ ഞങ്ങൾ പറയുന്നത് പിന്നെ ഈ PRS വായ്പകളിലൂടെ ഞാൻ ഒറ്റ കാര്യം കർഷകർ ഒരു കാര്യം പറയാം. കർഷകർ ഈ കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ ഒന്ന് പറഞ്ഞോട്ടെ ഈ കർഷകർ ഒന്ന് പറഞ്ഞോട്ടെ, കേരളത്തിലെ ഈ കർഷകർ കേരളത്തിലെ LDF ഗവൺമെന്റിന് എതിരാണോ ഈ കേന്ദ്രത്തിൽ ഈ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റിനെതിരായി ലക്ഷക്കണക്കിന് കർഷകർ നടത്തുന്ന സമരം നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് നടത്താത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിൽ കൃഷി ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഒരു മന്ത്രി BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറയുന്ന കാര്യങ്ങളുമാണ്. കേരളം, ഞാനൊരു കാര്യം മറുപടിയായില്ല, ചോദ്യത്തിന് മറുപടിയായില്ല. ഞാൻ പറയാം 2 കാര്യങ്ങൾ. ഒന്ന് കേരളത്തിലെ പച്ചക്കറിയുടെ ഉൽപാദനം 22,000 മെട്രിക് ടൺ പച്ചക്കറിയാണ് വേണ്ടത്. കേരളത്തിലെ ഒന്നാം LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 7,000 മെട്രിക് ടൺ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. കർഷകരെ അപമാനിച്ചു. കേരളത്തിൽ നെല്ലിന്റെ ഉൽപാദനവും പച്ചക്കറിയുടെ ഉൽപാദനവും എന്ന് പറഞ്ഞത് ശരിയാണോ? അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആന്ധ്രയിൽ നിന്ന് അരിയെടുക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അതല്ല ഇവിടുത്തെ വിഷയം. അതല്ല ഇവിടുത്തെ വിഷയം. ചോദ്യം അതല്ല. ചോദിക്കേ. അതെ, ആന്ധ്രയിൽ നിന്ന് അരി ഇറക്കാമെന്ന് സജി ചെറിയാൻ ഇവിടെ പറഞ്ഞതാണ്. ഇവിടെ ചോദ്യം ഇവിടെ കൃഷി ഇറക്കിയിട്ട് കാര്യമില്ല. ഇവിടെ കൃഷി ഇറക്കിയിട്ട് കാര്യമില്ലെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം PSC എഴുതിയിട്ട് ഒരു കാര്യമില്ല. യുവജനങ്ങളെ നോക്കി PSC പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യമില്ല. സമരം ചെയ്തപ്പോ